Hello friends, welcome to Hayat's Kitchen. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് റെസ്റ്റോറൻറ്റിൽ കിട്ടുന്നത് പോലുള്ള നല്ല അടിപൊളി മീൻ കറിയാണ്. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഒരു 3 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ ഉലുവയും 1 ടീസ്പൂൺ കടുക് കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ഉള്ളി ഇതുപോലെ സ്ലൈസ് ചെയ്ത് വെച്ചത് ഇട്ട് കൊടുക്കാം. ഉള്ളി ഒരു അത്യാവശ്യം വഴഞ്ഞു വന്നു കഴിഞ്ഞാൽ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും, ഇത് ചതച്ചതല്ല ചെറുതായി അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇഞ്ചി വെളുത്തുള്ളിയുടെയും പച്ചമണം പോയി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. ഇതൊക്കെ ഇട്ടതിന് ശേഷം ഇത് നല്ലോണം ഒന്നിങ്ങനെ വറുത്തെടുക്കാം. നമുക്ക് ഒരു ഡ്രൈ പരുവത്തിലാണ് ഇത് കിട്ടുക. ജസ്റ്റ് നല്ലോണം ഇതിൻ്റെ പച്ചമണം പോകുന്നത് വരെ ഇതൊന്ന് ഈ പൊടികളുടെ ഒക്കെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് നല്ലോണം ഒന്ന് ഇളക്കി വറുത്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 2 തക്കാളി മുറിച്ച് വെച്ചത് ഇട്ട് കൊടുക്കാം. തക്കാളി സോഫ്റ്റായിട്ട് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് 2 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം ആവശ്യത്തിന് ഇപ്പോൾ ഉപ്പ് കുറവാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ ഉപ്പ് കുറച്ചുകൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞു കൊടുത്തത് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഞാനിതിലേക്ക് പുളിയോ അല്ലെങ്കിൽ മാങ്ങയോ ഒന്നും ഇടുന്നില്ല, ചെറുനാരങ്ങ നീരാണ് ഇതിലേക്ക് ഒഴിക്കുന്നത്. ഒരു അത്യാവശ്യം വലുപ്പമുള്ള ഒരു ചെറുനാരങ്ങ എടുത്തിട്ട് പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട് ഞാനിത്. അതിൻ്റെ കുരു കളയാൻ മറക്കരുത്. അതിനുശേഷം ഇതിലേക്ക് ഞാൻ മീൻ ഇട്ടിട്ടുണ്ട്. മീൻ ഞാൻ എടുത്തിരിക്കുന്നത് ചൂരയാണ്, നാടൻ ചൂരയാണ്. ചൂരമീൻ പക്ഷെങ്കിൽ ചൂരമീനിനേക്കാളും ടേസ്റ്റ് അയലയായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായത്തിൽ. എനിക്കിവിടെ അയല കിട്ടാൻ വഴിയില്ല, അതുകൊണ്ട് ഞാൻ എന്നാൽ ചൂരയാണിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത്. ചൂരയും ടേസ്റ്റ് തന്നെയാണ്, എന്നാലും നിങ്ങൾക്ക് അയല കിട്ടുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഇനി ഇത് ജസ്റ്റ് മൂടി വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കാം. അതിലേക്ക് ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് മുകളിലായിട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് ചെറു തീയിൽ വെച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് വേവിച്ചെടുക്കാം.
നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഇപ്പോൾ നമ്മളുടെ കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഷുവറായിട്ടും ഇത് നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. കൂടുതൽ വീഡിയോകൾക്കായിട്ട് നോട്ടിഫിക്കേഷൻ ബെല്ല് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ബൈ ഫ്രണ്ട്സ്.